ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ അതാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വട്ടയപ്പാണ്. നമ്മൾ അരി വെച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമ്മൾ വട്ടയപ്പം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ശർക്കര വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ വട്ടയപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്താലോ, എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: പച്ചരി, പിന്നെ ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ അവിൽ. ഞാനൊരു മട്ടയുടെ ഇതില്ലേ അവിൽ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് വെള്ളം വറുത്ത് കളഞ്ഞതാണ്. പിന്നെ ഇതാ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ശർക്കരയിലാണ് നമ്മളിന്ന് വട്ടയപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ നമ്മൾ ഇത്തിരി ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ് കേട്ടോ. പച്ചരിയിലെ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസിൻ്റെ അളവിലാണ് പച്ചരി എടുത്തത് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ട് ഞാൻ തിളപ്പിച്ചിട്ട്, അധികം നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അധികം ചൂട് പൊള്ളാവുന്ന, എന്താ പറയുക, കയ്പുള്ളരുത്, അങ്ങനത്തെ ചൂടുള്ള ഈസ്റ്റ് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു ഫെർമെൻറ്റ് ചെയ്യാൻ ഇവിടെ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഈസ്റ്റ് സെറ്റാവും. അപ്പോൾ അത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്, മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പം എല്ലാം മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ഈസ്റ്റ് സെറ്റാവും. അപ്പോൾ എനിക്ക് ഈ കളറ് ഒരു വെള്ള കളറുള്ള ശർക്കരയാണ് കേട്ടോ കിട്ടിയത്. കറുത്ത കളറുള്ള ശർക്കര കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് ഈ ശർക്കരയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് പൊടിച്ച് വന്നിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ശർക്കര ഉണ്ടായിരിക്കും. നമ്മൾ ഈ പച്ചരി എടുത്ത കപ്പിൽ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് വരാം. അപ്പോൾ അത് ഈ പച്ചരിയിലേക്ക് നമ്മളൊരു 4 ടീസ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്. അത് മൊത്തം ആയിട്ട് ഈ പച്ചരിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഒരു 1/4 കപ്പ് നമ്മുടെ അവിലെടുത്തിട്ടുണ്ട്. ഞാനൊരു മട്ടയുടെ അവിലാണ് എടുത്തിട്ടുള്ളത്. വെള്ളവിലുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തോളൂ കേട്ടോ. ഇത് മട്ടയുടെ അവിലായ കാരണമാണ് എടുത്തത്. അതൊരു കളറൊരു വട്ടയപ്പത്തിൻ്റെ ഒരു കളറ് മാറ്റം വരും. നമ്മളൊന്നാമത് ശർക്കര കൊണ്ടുള്ള വട്ടയപ്പാണ് കേട്ടോ ഉണ്ടാക്കണത്. പിന്നെ ഇതാ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി തന്നെ മിക്സ് ചെയ്യാം. നമുക്കിതൊരു ഒറ്റ ട്രിപ്പിലേക്ക് അരയ്ക്കാവുന്നുള്ള ഇതുള്ളൂ കേട്ടോ. ഞാനൊരു കപ്പിലെല്ലാം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ട്രിപ്പിൽ തന്നെ അരച്ചെടുക്കാം. നന്നായി തന്നെ മിക്സ് ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ ചാനലിൽ നമ്മൾ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഇട്ടിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ ശർക്കര ഒഴിച്ചിട്ടാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല രീതിക്ക് തന്നെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് അവിലെടുത്താലും കുഴപ്പമില്ല കേട്ടോ. വെള്ളവിലോ മട്ടയുടെ അവിലെടുത്താലോ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ദാ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ശർക്കരപ്പാനി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പച്ചരിയും അവിലും ചോറും തേങ്ങയും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ അതാ ഒപ്പത്തിന് ശർക്കരപ്പാനി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ കട്ടിയിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളൊട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഈ മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ദാ നമ്മുടെ മാവ് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ നമ്മൾ ഈസ്റ്റ് പൊന്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഈസ്റ്റ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റ് ഒഴിച്ചതിന് ശേഷം നന്നായി തന്നെ നമ്മൾ മിക്സ് ചെയ്യുക. ഉപ്പ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊരു കുറച്ച് നേരം ഒരു 4-5 മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ നൈറ്റിലാണ് കേട്ടോ വെക്കണത്. ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കത് അപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന നേരത്താണ് ഉപ്പിടണുള്ളൂ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മൂടി എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് മൂടി വയ്ക്കാം. അപ്പം അതാ നമ്മുടെ വട്ടയപ്പം അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? നന്നായി ഇളക്കുക. നല്ലോണം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. നന്നായി തന്നെ ഇളക്കുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് വയ്ക്കുമ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഉപ്പിട്ട് നന്നായി ഇളക്കുക. അപ്പോൾ അതാ നമ്മുടെ വട്ടയപ്പം നമ്മുടെ ഒരു കേക്ക് ട്രേയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ട്രേയിൽ എണ്ണയൊക്കെ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പ് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അത് നമ്മുടെ സ്റ്റീം ചെയ്യുന്ന പാത്രമായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ട്രേ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ വട്ടയപ്പം ആയോ നോക്കി വെക്കാം നമുക്ക്. അപ്പോൾ അതാ ആയോന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സ്ക്വയർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ അതാ ഇതിനൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ചൂടാറിയിട്ട് നമുക്ക് ഇതിന് എടുക്കാം കേട്ടോ. ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ കുറച്ചും കൂടി ഉള്ളത് ഞാനൊരു കിണ്ണത്തിലാണ് അടുത്തത് ഒഴിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് എനിക്ക് 2 എണ്ണം കിട്ടിട്ടോ. ഇനി ഇത് നമുക്ക് വേവിക്കാൻ പറ്റും. അപ്പോൾ ദാ നമ്മുടെ വട്ടയപ്പം ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ? സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടോ. കണ്ടോ? നല്ല സോഫ്റ്റും. കണ്ടില്ലേ? കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എന്തൊരു സോഫ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ വട്ടയപ്പം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. കണ്ടില്ലേ? കത്തി വെച്ച് നമ്മൾ അമർത്തുമ്പോഴേക്കും താഴ്ന്നു പോവാണ്. കണ്ടില്ലേ? നല്ല സോഫ്റ്റാണ്. ഒട്ടിപ്പിടുത്തൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ? മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയാണ് കേട്ടോ. ശർക്കര ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ്. സൂപ്പറാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ശർക്കര ഇട്ടിട്ട് നിങ്ങൾ വട്ടയപ്പം ഉണ്ടാക്കി നോക്കട്ടോ. അപ്പം എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.